വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് ഇന്നേ ദിവസം നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. ഇന്നേ ദിവസം വിശ്രമിക്കുന്നതിന് മുമ്പായിട്ട് ഈശോയുടെ തിരുമുഖത്തെയും തിരുവചനത്തെയും സ്നേഹിച്ച് ആരാധിച്ച് ഉറങ്ങുവാനായിട്ട് പോകാം. സങ്കീർത്തനം 14-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കും: കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു, ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യ മക്കളെ നോക്കുകയാണ്. എന്താണ് ദൈവം നോക്കുന്നത്? ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്നുള്ളത്. സ്നേഹം നിറഞ്ഞവരെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തെ തേടി ദൈവത്തെ കാണുവാൻ അറിയുവാൻ വേണ്ടി നമ്മൾ ജീവിക്കണം. ദൈവത്തെ തേടുന്നവരായിരിക്കണം. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഓരോരുത്തരുടെയും കാലുകൾ ഈ ഭൂമിയിൽ ചവിട്ടി നിൽക്കുകയാണെങ്കിലും നിർത്തിക്കൊണ്ട് നമ്മൾ നടക്കുകയാണെങ്കിലും നമ്മുടെ ഹൃദയം എപ്പോഴും സ്വർഗത്തിൽ പതിപ്പിച്ചുകൊണ്ട് വേണം നടക്കാൻ. അത് പരിശീലിക്കണം. നമ്മളിവിടെ നടക്കുമ്പോൾ നമ്മുടെ ഹൃദയവും മനസ്സും എല്ലാം ഈ ഭൂമിയിൽ മാത്രമാണ്. അങ്ങനെയല്ല. ഈ ഭൂമിയിൽ ചവിട്ടി നടക്കുമ്പോൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ദൈവമുണ്ടാവണം, സ്വർഗമുണ്ടാവണം. അങ്ങനെ ദൈവത്തെ തേടുന്നവരായി നമുക്ക് മാറാം. ഈശോയോട് പ്രാർത്ഥിക്കാം. ഗാനത്തിൻ്റെ ഈ റേഡിയോ ആലപിച്ചുകൊണ്ട്, ദൈവമേ, എപ്പോഴും അങ്ങയെ തേടുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ എന്ന് ഈശോയോട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മളെ സ്നേഹിക്കേണ്ട തിരുവചനം ഇതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം: ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുഴയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അവയെ തീറ്റുപോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ഓർക്കാറുണ്ട്, അവരെ സ്നേഹിക്കാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്, നമ്മുടെ കൂടെ ആയിരിക്കാറുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ പിതാവായ ദൈവം, സ്വർഗത്തിലുള്ള പിതാവ്, ആ പിതാവിനെ പറ്റി നമ്മൾ എത്ര തവണ ഓർക്കാറുണ്ട്? ആ പിതാവ് എന്നെ പരിപാലിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യവും കിട്ടണമെങ്കിൽ
സ്വർഗത്തിൽ നമുക്ക് വേണ്ടി നമ്മളെ പരിപാലിച്ചുകൊണ്ട് ഇരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവുമായൊരു ബന്ധമുണ്ടാകണം. നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ പിതാവേ അപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവുമായിട്ട് സംസാരിക്കാൻ സാധിക്കണം. സ്നേഹനിറഞ്ഞവരെ, സ്വർഗസ്ഥനായ പിതാവ് ഈ പുല്ലുകളെയും മൃഗങ്ങളെയും ഒക്കെ പക്ഷികളെയും ഒക്കെ തീറ്റിപ്പോറ്റുന്ന പോലെ നമ്മളെയും തീറ്റിപ്പോറ്റി പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർഗസ്ഥനായ പിതാവുമായുള്ള ഒരു ബന്ധം നമുക്കുണ്ടാക്കിയെടുക്കണം. അപ്പ എന്ന് വിളിച്ച് ഈശോയോട് പ്രാർത്ഥിക്കുവാനുള്ള കൃപ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന മുതൽ സായാഹ്നം വരെ പിതാവായ ദൈവത്തിന് അപ്പ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പരിപാലിച്ച് സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച് എന്നെ പരിപാലിക്കുന്ന പിതാവായ ദൈവത്തിനെ അപ്പ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചപേക്ഷിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിലെപ്പോഴും ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും പിതാവായ ദൈവത്തിനെ അപ്പ എന്ന് പറയുവാൻ വിളിച്ച് അപേക്ഷിക്കുവാനുള്ള കൃപ കിട്ടണമേ. അതെപ്പോഴും ബോധ്യമായിരുന്നുകൊണ്ട് ഒരു അപ്പനും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഈശോയോട് ഉണ്ടാക്കിയെടുക്കുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി സ്തുതി